യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ദൈവമായ കർത്താവ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ഈ നിമിഷം ദൈവത്തിന്റെ വലിയ അഭിഷേകങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഒരു സാക്ഷി ലെറ്റർ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും 8:30 മുതൽ 9 മണി വരെയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനേകം ദൈവമക്കൾക്ക് രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കുന്നതായി നാനാ ദിക്കുകളിൽ നിന്നുള്ളവരുടെ കത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് മാത്യു. എല്ലാ ഞായറാഴ്ചകളിലുമുള്ള ഈ പ്രോഗ്രാമിൽ മുടങ്ങാതെ ഞങ്ങൾ പങ്കെടുക്കുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള ആത്മീയ ശുശ്രൂഷ സമയത്ത് രോഗസൗഖ്യം ലഭിക്കുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒക്ടോബർ മാസം അവസാനത്തെ ഞായറാഴ്ചത്തെ പരിപാടിയിൽ ഞാനും എന്റെ കുടുംബവും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഈ പ്രോഗ്രാമിലൂടെ സൗഖ്യം കിട്ടിയ കാര്യം സാക്ഷ്യപ്പെടുത്തുന്ന ലെറ്റർ അച്ഛൻ വായിക്കുന്നത് കേട്ടു. അപ്പോൾ മുതൽ എന്റെ മകൾക്കും ഈ സമയത്ത് രോഗസൗഖ്യം കിട്ടും എന്നൊരു പ്രതീക്ഷ എന്റെ മനസ്സിൽ ജനിച്ചു. ആ ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സകുടുംബം കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ എന്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ മകൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുട്ടിക്ക് ഏത് സമയത്തും മൂക്കടപ്പാണ്. കുട്ടി എപ്പോൾ ശ്വാസം വലിച്ചാലും വലിയ ശബ്ദം ഉണ്ടാകുന്നു. ഇത് പള്ളിയിൽ ചെല്ലുമ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോഴും എവിടെ ചെന്നാലും ഇത് അരോചകമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ മകൾ ഏറെ നാളായി വിഷമിക്കുകയായിരുന്നു ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്ന ഈ സാഹചര്യ നിമിത്തം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞതും അവളുടെ ആ മൂക്കടപ്പ് വിട്ടുപോവുകയും ശബ്ദം ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അന്ന് രാത്രി അവൾ സുഖമായി ഉറങ്ങി. അന്ന് ആ രാത്രിക്ക് ശേഷം പിന്നെ ഇന്ന് വരെ അവൾക്ക് അങ്ങനത്തെ അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. അവൾ ശ്വാസം വലിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ സാധാരണ ആളുകളെ പോലെ നന്നായി ശ്വാസം വലിക്കുന്നു. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യപ്പെടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ലഭിക്കുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ദൈവിക ഇടപെടലുകളും ഒരു ഇല്ലന്റെ അടുത്ത് എഴുതി അച്ഛനെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉപദേശത്തെ തള്ളരുത്. ഉപദേശത്തെ തള്ളരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത നാശത്തിൽ പെട്ടെന്ന് നിബദിക്കും. കൂടെ കൂടെ ഉപദേശിക്കപ്പെട്ടിട്ടും കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത നാശത്തിൽ പെട്ടെന്ന് നിബദിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സഹിയോൻ ധ്യാനകേന്ദ്രം തുടങ്ങുന്ന കാലഘട്ടം ശുശ്രൂഷകർ ആവേശത്തോടെ അട്ടപ്പാടി മലമടക്കുകളുടെ ഓരോ കുഗ്രാമങ്ങളും കയറിയിറങ്ങി ഭവനങ്ങൾ തോറുമുള്ള ദൈവമക്കളെ ധ്യാനത്തിന് ക്ഷണിക്കുകയും ധ്യാനത്തിൽ കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ മർക്കടമുഷ്ടിയായ കുടുംബനാഥൻ പറഞ്ഞു, മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്ന നിങ്ങൾ തന്നെ നന്നായാൽ മതി, ഈ ലോകമൊക്കെ നേരെയാവും. ആ ചേട്ടനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല ഉപദേശങ്ങൾ ശുശ്രൂഷകർ കൊടുത്തു. ആ ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം എപ്പോഴാണ് നന്നാകണ്ടേന്ന്, അപ്പൊ ഞാൻ നന്നായിക്കോളാം. നിങ്ങൾ കണ്ടമാൻ ഉപദേശിക്കാനൊന്നും നടക്കണ്ട. ആ ഇടവകയിൽ മാറി മാറി വന്ന് വികാരിച്ചന്മാർ ആ ചേട്ടനെ ഉപദേശിച്ചു. ആ ചേട്ടൻ ദേവാലയ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയത് 22 വർഷത്തിലധികമായി. വികാരിച്ചന്മാർ വന്ന് പറയുമ്പോൾ ആ ചേട്ടൻ പറയും വരാം. എന്നാൽ അച്ഛന്മാർ വീട്ടിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആ ചേട്ടൻ പറയും, ഇതിനേക്കാൾ വലിയ എത്ര അച്ഛന്മാരെ ഞാൻ കണ്ടിരിക്കണ്, പിന്നെ അപ്പൊ ഈ അച്ഛൻ എന്നെ നന്നാക്കാൻ നോക്കണത്. അദ്ദേഹം ആ അച്ഛന്മാർ പറഞ്ഞ എല്ലാ ഉപദേശത്തെയും നിന്ദിച്ചു, പുച്ഛിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കാൻ വീണ്ടും ഞാൻ ശുശ്രൂഷകരെ അയച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഴുക്കുടിയനാണ്, ഞാൻ പുകവലിക്കാരനാണ്, ഞാൻ ചീട്ടുകളിക്കാരനാണ്, ഞാൻ ഇതെല്ലാം നിർത്തി
ക്ലിയർ ആയിട്ട് ധ്യാനം കൂടിക്കോളാം. എന്തായാലും 2 മാസമായിട്ട് എന്റെ മദ്യപാനം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി പുകവലിയും കൂടെ നിർത്തിയാൽ ഞാൻ വന്ന് ധ്യാനം കൂടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലിയർ ആയി ജീവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ധ്യാനം ഇവിടെ തുടങ്ങി. ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളും ചൊവ്വയും കഴിഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരം അച്ഛന്റെ ചെവിയിൽ വേദനിപ്പിക്കുന്നൊരു വാർത്തയെത്തി. ആ ചേട്ടൻ അന്ന് രാവിലെ, കർക്കിടക മാസത്തിൽ തോരാമഴ പെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് രാവിലെ പണിക്കാരെ വിളിക്കാൻ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് കള്ള് ഷാപ്പുണ്ട്. ഷാപ്പിന്റെ പടിക്കൽ കൂടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായി, ഒന്ന് അല്പം ഒരു കുറച്ച് 1/2 ഗ്ലാസ് ഒന്ന് കുടിക്കണം. അങ്ങനെ അദ്ദേഹം 1/2 ഗ്ലാസ് കയറി കുടിച്ചു. 1/2 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്തായാലും കുടിച്ചു, എന്നാ ഇനി അങ്ങോട്ട് നന്നായിട്ട് കുടിച്ചേക്കാം. അദ്ദേഹം ആ പകൽ മുഴുവൻ അവിടെ ഇരുന്ന് കുറേശ്ശെ കുടിച്ച് നേരം സന്ധ്യയാകുന്നത് വരെ ഷാപ്പിലിരുന്നു. ഇരുട്ട് മയങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഷാപ്പിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് വേച്ച് വരികയാണ്. കാലുറയ്ക്കുന്നില്ല, തലയ്ക്ക് ലക്ക് കിട്ടുന്നില്ല, മത്തനായി വേച്ച് ഭവനത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ഭവനം അട്ടപ്പാടി മലമടക്കളിൽ ഒരു കുന്നിൻ ചെരുവില്, റോഡിന്റെ മുകളിൽ ഒരു ചെരുവിൽ അദ്ദേഹത്തിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പോകാൻ കോണി കയറുന്നത് പോലെ കുത്തുകല്ലുകൾ ചവിട്ടി കയറി വേണം അദ്ദേഹത്തിന്റെ മുറ്റത്തെത്താൻ. അങ്ങനെ വേച്ച് കല്ലുകൾ ചവിട്ടി കയറി അദ്ദേഹത്തിന്റെ പായൽ പിടിച്ച മുറ്റത്തേക്ക് കാല് വെച്ചതും കാല് പായലിൽ തട്ടി തെന്നി അദ്ദേഹം പുറകോട്ട് മറിഞ്ഞു വീണു. 3-4 അടി താഴ്ചയുള്ള ആ ഒരു നടക്കലിലേക്ക് അദ്ദേഹത്തിന്റെ തല ചെന്ന് അടിച്ചു. അദ്ദേഹം ഒരു അലർച്ചയോടെ അവിടെ വീണു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രാത്രി 7:30 മണി സമയത്ത് സന്ധ്യാപ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭീകരമായ അലർച്ച കേട്ട് ഓടിയിറങ്ങി റാന്തലോളക്കുമായി വന്ന് നോക്കി. അപ്പോൾ ചോരയിൽ കുതിർന്നു കിടക്കുന്ന കുടുംബനാഥനെയാണ് അവർ കാണുന്നത്. ചെവിയിൽ കൂടെ ചെറിയ ഓസിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് പോലെ ചോര ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കിൽ കൂടെ ചോര ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വാ മുഴുവൻ അന്ന് പ്രഭാതം മുതൽ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും നൊരയും പതയും എല്ലാം ചോരയും കൂടി കലർന്ന് കുഴഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിൽ വായിൽ കൂടെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ അവസ്ഥയിൽ കുടുംബനാഥൻ കടന്ന് പെടയുന്നതാണ് ആ കുടുംബാംഗങ്ങൾ കണ്ടത്. അവർ വാവിട്ട് നിലവിളിച്ചു. നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ എടുത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവർ പറഞ്ഞു, ഇവിടെ ചികിത്സ ഇതിന് കൊടുക്കാൻ മാത്രം പറ്റിയ ചികിത്സയില്ല, അടുത്ത ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോയിക്കൊള്ളുക. അവർ വേഗം കോയമ്പത്തൂർ എത്തിച്ചു. കോയമ്പത്തൂർ 2 ദിവസം അബോധാവസ്ഥയിൽ കടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച വൈകുന്നേരമായപ്പോൾ അതേ അബോധാവസ്ഥയിൽ തന്നെ അദ്ദേഹം മരിച്ചു. ഇതാണ് ദുർമരണം എന്ന് പറയുന്നത്. 1 സെക്കൻഡ് അനുദപിക്കാൻ ഇടം കിട്ടാതെ, 1 സെക്കൻഡിന് ദൈവമേ എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയാൻ പോലും ഇടം കിട്ടാതെ അദ്ദേഹം ഈ ലോകം വിട്ടുപോകേണ്ടി വന്നു. കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത നാശത്തിൽ പെട്ടെന്ന് നിബദിക്കും. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം 1-ാം വാക്യം അന്വർത്ഥമായി. എന്റെ മകനെ, എന്റെ മകളെ, നീ ഇന്ന് ഉപദേശത്തെ നിന്ദിക്കുന്നവനാണോ? നീ ഇന്ന് ഉപദേശത്തിൽ മടുപ്പ് തോന്നുന്നവനാണോ? നീ ഇന്ന് ഉപദേശം കേൾക്കുമ്പോൾ മനസ്സിൽ ഭാരപ്പെടുന്നവനാണോ? ദൈവമായ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഉപദേശത്തെ നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു. ഉപദേശത്തെ നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു. 107-ാം സങ്കീർത്തനത്തിൽ 10-11 വാക്യങ്ങൾ, ബന്ധിതരും പീഡിതരുമായി ചിലർ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ ഇരുന്നിരുന്നു. എന്തെന്നാൽ അവർ അത്യുന്നതന്റെ ഉപദേശത്തെ തിരസ്കരിച്ചു. അത്യുന്നതന്റെ ഉപദേശത്തെ അവർ നിരസിച്ചു. ഇന്ന് മൂക്കറ്റം കുടിച്ച് കൂത്താടി നടക്കുമ്പോ ദൈവിക ഉപദേശത്തെ കേൾക്കുമ്പോൾ പുച്ഛം തോന്നാം. പ്രിയ പൈതലേ, ഇന്ന് നീ ദൈവമായി ഇല്ലാത്തവനായി, ഇന്ന് നീ സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തവനായി, ഇന്ന് നീ ദേവാലയ കർമ്മങ്ങളോട് ബന്ധമില്ലാത്തവനായി നാട്ടിൽ കൂടെ കറങ്ങി നടക്കുന്ന സമയത്ത്, സന്ധ്യാപ്രാർത്ഥന സമയത്ത് ആ കലുക്കെ പോയി കുത്തിയിരുന്ന് നാട്ടുവർത്താനം പറഞ്ഞ് നീ ദൈവവിപരീതമായി ജീവിക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ മാതാപിതാക്കന്മാർ നിന്നെ ദൈവവഴികൾ നടത്താൻ ഉപദേശിക്കുമ്പോൾ നിനക്ക് അത് മനമടുപ്പ് വരുത്തുകയും നിനക്ക് അത് ഭാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഉപദേശമായി തോന്നാം. പ്രിയപ്പെട്ട പൈതലേ, നീ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഇരിക്കുന്നതെങ്കിൽ ദൈവ വഴിയേയുള്ള ഉപദേശം നിന്റെ മനസ്സിൽ ഒരുപക്ഷെ ഒരു അരോചകാവസ്ഥ സൃഷ്ടിച്ചേക്കാം. എങ്കിലും ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഒരു കാര്യം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, ജെറുസലം, നീ എന്റെ താക്കീത് കേൾക്കുക.
ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകന്നു പോകും. നീ ഒരു മരുഭൂമി പോലെ ആയിത്തീരും, നീ ഒരു വിജനദേശം പോലെ ആയിത്തീരും. നിന്റെ നന്മകളെല്ലാം നിന്നിൽ നിന്ന് അകന്നു പോകും, വ്യത്യാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചീത്ത കൂട്ടുകെട്ടിൽ കുടുങ്ങി കിടക്കുമ്പോൾ, ഇന്ന് ദുർമാർഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ അനേകർക്ക് ഉപദേശത്തോട് മടുപ്പാണ്, ദൈവിക ഉപദേശത്തോട് മടുപ്പാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെയും നിങ്ങളുടെയും നാശത്തിന്റെ വക്കത്ത് എത്തുമ്പോഴാണ് ദൈവം രക്ഷയുടെ ദൂതനെ ഒരു ഉപദേശകനായി എന്റെയും നിങ്ങളുടെയും അടുത്തേക്ക് അയക്കുന്നത്. അതൊരു പക്ഷേ മാതാപിതാക്കളാകാം, അതൊരു പക്ഷേ ദേവദാസന്മാരാകാം, അതൊരു പക്ഷേ സിസ്റ്റേഴ്സ് ആകാം, ഒരു പക്ഷേ അത് നിന്നെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം. നിനവെ നിവാസികളുടെ കാര്യം നിങ്ങൾ ഓർക്കണം. ആ പട്ടണത്തിൽ പാപം കുന്നുകൂടി. ഇടം വലം തിരിച്ചറിവില്ലാത്ത ജനം 1,20,000 പേര് ആ പട്ടണത്തിൽ ദൈവമാർഗത്തെ അറിയാതെ അന്ധകാരത്തിന്റെ വഴിയിൽ പാപത്തിന്റെ മേൽ പാപത്തിൽ ജീവിച്ച് നാശത്തിന്റെ പാനപാത്രം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശം പെരുമഴ പോലെ പെയ്തിറങ്ങേണ്ട കാലം. അപ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവ വഴിയെക്കുറിച്ച് ഉപദേശം കൊടുത്ത് നാശത്തിന്റെ 11-ാം മണിക്കൂറിൽ 59-ാം മിനിറ്റിൽ 59-ാം സെക്കൻഡിൽ നാശം അവരുടെ തലയിൽ പൊട്ടി വീഴാൻ നിൽക്കുന്ന സമയത്താണ് ദൈവം തന്റെ ദൂതനെ അയച്ച് ആത്മീയ വഴിയെക്കുറിച്ച്, ദൈവ വഴിയെക്കുറിച്ച് ഉപദേശത്തെ അറിയിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ജനം 2 കരങ്ങൾ നീട്ടി ഹൃദയം തുറന്ന് ദൈവിക ഉപദേശത്തെ സ്വീകരിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു, അവർ ചാക്കൊടുത്തു, അവർ എളിമപ്പെട്ടു. തങ്ങളുടെ അന്ധകാര വഴിയെ അവർ വിച്ഛേദിച്ച് ദൈവമാർഗത്തിൽ നടക്കാൻ അവർ മനസ്സ് തിരിഞ്ഞു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ പട്ടണത്തിന്റെ മേലുള്ള നാശം നീങ്ങിപ്പോയി. ഉപദേശത്തെ സ്വീകരിച്ചു, നാശം നീങ്ങിപ്പോയി. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു, സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരിരക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തലമുറ പൊട്ടിക്കരഞ്ഞു. എന്താ അവർക്ക് കിട്ടിയ ഗുണം? ആ തലമുറയിൽ ആ പട്ടണത്തിൽ നാശം ഉണ്ടായില്ല. ആ തലമുറ വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ചു, ആ പട്ടണം വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ചു. ആ തലമുറ നാശം അറിയാതെ കഴിഞ്ഞു. ആ തലമുറ ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞതിനാൽ, ദൈവത്തിന്റെ ഉപദേശത്തെ സ്വീകരിച്ച് ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞ് എളിമയുടെ വഴികളിലൂടെ നടന്നതിനാൽ ആ തലമുറയിൽ ആ പട്ടണം നശിപ്പിക്കപ്പെട്ടില്ല, വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ചു. ആ തലമുറ സമൃദ്ധിയിൽ ജീവിച്ച് കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാശത്തിന്റെ വക്കത്ത് നിൽക്കുമ്പോഴാകാം ഒരുപക്ഷെ ദൈവം ഒരു വ്യക്തിയെ ഒരു ഉപദേശകനായി എന്റെ അടുത്തേക്ക് അയക്കുന്നത്. എന്റെയും നിങ്ങളുടെയും നാശം തലയിൽ പൊട്ടി വീഴുന്നതിന് മുമ്പ് ദൈവം ഒരുപാട് ഉപദേശകരെ എന്റെയും നിങ്ങളുടെയും അടുത്തേക്ക് അയക്കും. ഞാനും നിങ്ങളും മരണത്തിന്റെ നിഴലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരുപാട് ഉപദേശകരെ ദൈവം അയക്കും. മാതാപിതാക്കന്മാർ അപ്പോൾ ഉപദേശിക്കും, ഗുരുബോധന്മാർ ഉപദേശിക്കും, നല്ല മനുഷ്യർ വന്ന് ഉപദേശിക്കും, ദൈവദാസന്മാർ വന്ന് ഉപദേശിക്കും. ബൈബിൾ എടുക്കുമ്പോൾ ബൈബിളിൽ നിന്ന് തിരുവചനങ്ങൾ ഉപദേശിക്കും. പുസ്തകങ്ങൾ എടുക്കുമ്പോൾ നല്ല പുസ്തകങ്ങളിൽ നിന്ന് ദൈവാത്മാവിന്റെ സ്വരം കേൾക്കുമാറാകും. ഓരോ സംഭവത്തിലൂടെ ദൈവം സംസാരിക്കും. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഉപദേശത്തിന് പുറംതിരിഞ്ഞ് നടക്കരുത്, ഉപദേശത്തെ തള്ളരുത്. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത നാശത്തിൽ പെട്ടെന്ന് നിപതിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പിതാവേ, ഈ നിമിഷം ഞങ്ങൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഹംഭാവത്തെ തകർത്ത് ദൈവിക മാർഗത്തിൽ നടക്കാനുള്ള വിവേകം നൽകണമേ. യെശയ്യാ 29:24 പറഞ്ഞിട്ടുള്ളതുപോലെ, തെറ്റിലേക്ക് വഴുതിപ്പോയവർ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് മടങ്ങി വരും, പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ദൈവമേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. പിറുപിറുപ്പ്, പാപവഴികൾ, അന്ധകാര വഴികൾ, കർത്താവേ, ഈ ലോകത്തിന്റെ മാർഗങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുമ്പോൾ അങ്ങയുടെ നല്ല ഉപദേശത്തെ സ്വീകരിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിൽ കൃപ തരണമേ. ദൈവത്തിന്റെ ഉപദേശത്തെ സ്വീകരിക്കാൻ, ദൈവദാസന്മാരുടെ ഉപദേശത്തെ സ്വീകരിക്കാൻ
ദൈവമേ, കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും തിരിച്ചറിവിന്റെ അഭിഷേകം ലഭിക്കട്ടെ, വിവേകത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ, ഉപദേശത്തെ സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ, ദൈവവചനത്തെ സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലെരിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ലോകം മുഴുവനും സ്വർഗരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്ന രക്ഷകനായ യേശുക്രിസ്തു ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇത് രക്ഷയുടെയും ദൈവിക വിടുതലിന്റെയും സമയമാണ്. ഈ രക്ഷാകര നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രക്ഷകനായ യേശുക്രിസ്തു നൽകി തന്റെ ജനത്തെ വിടുവിക്കുക തന്നെ ചെയ്യും. അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിൽ ഇരുന്നിരുന്നവർ ഒരു പ്രകാശം കണ്ടു എന്ന് പറയാൻ തക്കവിധം ഈ സമയം കർത്താവ് ഇടപെടും. രോഗികൾ മനം തകർന്ന് പ്രാർത്ഥിക്കട്ടെ. ദുഃഖിതരും പീഡിതരും വലിയ ഭാരങ്ങളിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ഭവനങ്ങളിലും, ഈ സ്വരം കേൾക്കുന്ന ഓരോ സ്ഥലങ്ങളിലും, ഈ ശുശ്രൂഷയോട് പങ്കുചേരുന്ന ഓരോ വ്യക്തികളിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അനുതാപം ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തുറവ് ഉണ്ടാകട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കൾ ബന്ധനങ്ങൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. വർഷങ്ങളായി തലമുറകളായി കെട്ടുകളിൽ കിടക്കുന്ന വ്യക്തികളും പാരമ്പര്യങ്ങളും കുടുംബങ്ങളും തലമുറകളും ഇപ്പോൾ കെട്ടുകളഴിഞ്ഞ് അത്ഭുത വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ദിവ്യരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കുന്നവനാണ് അവിടുന്ന്. ഒരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്ന കർത്താവ് ഇതാ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 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 ഈശോയിൽ നിന്ന് അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയുടെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഉപദേശത്തെ വെറുത്തും ഉപദേശത്തെ നിന്ദിച്ചും ഉപദേശത്തെ ഓർത്ത് ഭാരപ്പെട്ടും ഉപദേശത്തെ വെറുത്തും ജീവിക്കുന്ന ദൈവമക്കളുടെ കെട്ടുകളഴിഞ്ഞ് അത്ഭുത വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലെരിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം.
എന്റെ പേര് സാവു. ഞാൻ വയനാട് മീനങ്ങാടി താമസം. ഞാൻ 20 വർഷത്തിന് മേലായി മദ്യപിക്കാൻ തുടങ്ങിയിട്ട്. മദ്യപിക്കുന്ന പറഞ്ഞാല് നന്നായി കഴിക്കാന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടാൻ കഴിക്കുക. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു 10-15 വർഷമായി ഞാൻ പുകയില ഉപയോഗിക്കുന്നുണ്ട്. ആൻസ്, മൂർക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് ധ്യാനം കൂടി 3-ാമത്തെ ദിവസം മുതൽ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. പിന്നെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 20 വർഷമായുള്ള മദ്യപാനം, അതും വെള്ളം കൂടാതെ മദ്യപിക്കണം, എന്നാൽ എന്തെങ്കിലും ആവുള്ളൂ. 15 വർഷമായുള്ള പുകയില ഉപയോഗം, പുകവലി വസ്തുക്കളുടെ ഉപയോഗം, അത് രണ്ടും പൂർണ്ണമായും ഇവിടെ വെച്ച് കർത്താവ് കഴുകി. ഇപ്പം അങ്ങനെയുള്ള ആഗ്രഹമേ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. സഹിയോൻ ടെലിവിഷന്റെ അഭിഷേകാഗ്നി ശാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9 വരെ. പുനഃസംപ്രേഷണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 11:30 വരെ. ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. വചനപ്രഘോഷണം, ദിവ്യബലി, കൗൺസിലിംഗ്, വിടുതൽ ശുശ്രൂഷ, രോഗശാന്തി ആരാധന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678-589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.